ഇതാണ് സഫാ മല. സഫ മർവ പർവ്വത നിരകളിലെ സഫ എന്ന പർവ്വതമാണ് നമ്മൾ ഈ കാണുന്നത്. സഫ എന്ന പർവ്വതത്തിൻ്റെ പഴയകാല പൂർണ്ണമായ രൂപമായിരിക്കില്ല ഇത് ഹറം വികസനത്തിന് വേണ്ടി ക്രോപ്പ് ചെയ്ത് സംരക്ഷിച്ചു പോന്ന സഫയാണ് നമ്മൾ ഇന്നീ കാണുന്ന സഫ. സഫയിൽ നിന്നും മറവയിലേക്കുള്ള നടത്തമാണിത്. ഇങ്ങനെ സഫയിൽ നിന്നും മറവയിലെത്തിയാൽ 1, മറവയിൽ നിന്നും തിരിച്ച് വീണ്ടും സഫയിലെത്തിയാൽ 2, ഇങ്ങനെയാണ് 7 തവണ സഫ മറവ പർവ്വതങ്ങൾക്കിടയിലെ നടത്തം പൂർത്തിയാക്കേണ്ടത്. നടക്കാൻ പ്രയാസമുള്ളവർക്ക് വീൽചെയർ സൗകര്യവും അവിടെ ലഭ്യമാണ്. ഏകദേശം 1.5 മണിക്കൂറോളം സമയം ഈ കർമ്മത്തിന് നമുക്ക് ആവശ്യം വരും. കഅബൻ ത്വവാഫിനും 1.5 മണിക്കൂറോളം സമയമെടുക്കും. അഥവാ ഒരു ഉംറ ചെയ്യാൻ മിനിമം 3 മണിക്കൂറെങ്കിലും ആരോഗ്യമുള്ള ഒരാൾക്ക് ആവശ്യം വരും. മർവ എന്ന പർവ്വതം പൂർണ്ണമായും നേരത്തെ പറഞ്ഞതുപോലെ ഹറം വികസനത്തിന് വേണ്ടി ബിൽഡിങ്ങിനടിയിലാവുകയും അതിൻ്റെ സ്ഥാനം മാത്രം അവിടെ രേഖപ്പെടുത്തുകയുമാണ് ചെയ്തത്. സഫയിൽ നിന്നും വന്ന് ഇങ്ങനെ മറവയുടെ സ്ഥാനത്തേക്ക് കയറിയിട്ടാണ് വീണ്ടും തിരിച്ച് സഫയിലേക്ക് നമ്മൾ നടക്കുക. മാർബിളും AC-യും ഒക്കെയുള്ള സൗകര്യപ്രദമായ ഈ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോഴും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹാജറ ബീവി ഒരിറ്റ് ജലത്തിനായി ഈ മലകൾക്കിടയിലൂടെ 7 തവണ ഓടിയതും മലകൾക്ക് മുകളിൽ ചെന്ന് ആരെങ്കിലും സഹായത്തിനുണ്ടോ എന്ന് നോക്കിയതുമൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ ഏകയായി ഒറ്റപ്പെട്ടുപോയ ഹാജറ ബീവിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇന്നും ജനങ്ങൾ അവിടെ വന്ന്